ചൂരൽമലയിൽ നിന്ന് കൂടുതൽ രക്ഷാപ്രവർത്തകർ ഇപ്പോൾ മുകളിലേക്ക് കയറുകയാണ്. പ്രത്യേകിച്ച് ചൂരൽമലയുടെ ആ വേലിപ്പാലത്തിന് സമീപത്ത് കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയായിരിക്കും ഇന്ന് കൂടുതലായി നടക്കുക. കാര്യം മുകൾ തട്ടിൽ ഉള്ള പരിശോധന വലിയ രീതിയിൽ നടത്തേണ്ട കാര്യമില്ല എന്നുള്ള നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നു. കാര്യം അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ, കുറേയേറെ ആൾക്കാർ ക്യാമ്പുകളിലേക്ക് മാറിയിട്ടുണ്ട്. ബാക്കിയുള്ള മൃതദേഹങ്ങളൊക്കെ തന്നെ പുറത്ത് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ സംസാരിച്ചു വന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഇവിടുത്തെ കടകളൊക്കെ തന്നെ തുറന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. 7 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള ശുചീകരണ പരിപാടികൾ നടത്തുകയാണ് സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ. രാവിലെ തുടങ്ങിയ പരിപാടി രാവിലെ തുടങ്ങി എല്ലായിടത്തും ഉണ്ട്. എന്താ ചെയ്യുന്നത് നമ്മൾ? അതെ, SOS സാന്ത്വനത്തിൻ്റെ പ്രകാരം കേരള അണ്ടറിൽ എല്ലായിടത്തും ക്ലീനിങ് ചെയ്ത് ബാക്കിയുള്ള വെണ്ടറിൻ്റെ അടുത്ത് എല്ലാം എടുത്തിട്ട് ചേരെല്ലാം മാറ്റി പിന്നെ ബാക്കി ആ കാട്ട അതെല്ലാം പറക്കിയിട്ട് എല്ലാം ഡസ്റ്റ്ബിനിൽ ഇടും. ഏതാ നാട്? ഞങ്ങളെ മംഗലാപുരത്ത് നിന്ന് ഞങ്ങൾ ഇവിടേക്ക് വന്നതാണ്, വയനാട് റെസ്ക്യൂലേക്ക് വേണ്ടിയാണ്. മൊത്തം മംഗലാപുരത്ത് നിന്ന് വന്ന SYSൻ്റെ ടീമംഗങ്ങളാണ്. അവരാണ് ഇവിടെ ഈ ക്ലീനിങ് അടക്കമുള്ള വലിയ രീതിയിൽ ചെളിമൂടി കിടക്കുകയാണ്. ആ ക്ലീനിങ് അടക്കമുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കടകൾ ഒരവസ്ഥയാണുള്ളത്. ആ കടകളൊക്കെ തന്നെ തുറന്ന് പ്രവർത്തിക്കണമെങ്കിൽ ഈ ചെളിയൊന്ന് മാറ്റണം. അപ്പം തന്നെ ഈ കടകളും തുറക്കണമെങ്കിൽ ഈ മുൻഭാഗത്തുള്ള ചെളിയും ചെങ്കല്ലും ഈ ചെമ്മണ്ണും ഒക്കെ തന്നെ ഒന്ന് മാറ്റേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ നിൽക്കുന്ന കടയുടെ തൊട്ട് സമീപത്ത് ഒരു അക്വേറിയം ആയിരുന്നു എന്ന് തോന്നുന്നു. അക്വേറിയത്തിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ തന്നെ ഒരു അലങ്കാര മത്സ്യങ്ങളെ വിൽക്കുന്ന ഒരു കടയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതിൻ്റെ എല്ലാ മത്സ്യങ്ങളും ചത്തുപോയിട്ടുണ്ട്. ഒപ്പം തന്നെ ആ അക്വേറിയങ്ങളൊക്കെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ആ കടയൊക്കെ തന്നെ ഒന്ന് തുറന്ന് പ്രവർത്തിക്കണമെങ്കിൽ ഈ ചെളിയും മറ്റും പൂർണ്ണമായും മാറ്റേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു നടപടികളൊക്കെ തന്നെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ 7ാം ദിവസമാണ്. ഇനി രക്ഷാപ്രവർത്തനം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറ്റ് താമസയോഗ്യമായ അല്ലെങ്കിൽ ഈ ഉപയോഗിക്കാൻ സാധിക്കുന്ന കടകളിലെയൊക്കെ തന്നെ ചെളികൾ മാറ്റാൻ വേണ്ടിയുള്ളൊരു നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ നാട്ടുകാരല്ല, മംഗലാപുരത്ത് നിന്ന് വന്ന ആൾക്കാരാണ്. മംഗലാപുരത്ത് നിന്ന് അടക്കം വന്ന് ആൾക്കാർ ഇവിടെ ഇതിനു വേണ്ടി രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. കേരളത്തെ ഒരു നാടാകെ ഒരുമിച്ച്, വയനാടിൻ്റെ ഒരു നാട്, കേരളീയ മലയാളികൾ മാത്രമല്ല മറ്റുള്ള ആൾക്കാരെല്ലാം തന്നെ ഒരേ മനസ്സോടുകൂടി ചേർത്ത് പിടിക്കുന്നതിൻ്റെ തെളിവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ഇപ്പോൾ ഈ രക്ഷാ ദൗത്യത്തിന് വേണ്ടി തിരച്ചിൽ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോവുകയാണ്. അവരെ കൂടുതലായും ചൂരൽമല, ഞാൻ നിൽക്കുന്ന പ്രദേശത്താണ്, ചൂരൽമല ഭാഗത്തായിരിക്കും അവരെ രക്ഷാപ്രവർത്തനത്തിനായി നിയോഗിക്കുക എന്നാണ് ഇന്ന് രാവിലെ IG-യോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്. അവരെയൊക്കെ തന്നെ ഈ പ്രദേശങ്ങളിലെത്തിച്ച് അവിടെ ഏതെങ്കിലും സ്ഥലത്ത് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും മനുഷ്യസാധ്യമുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒട്ടേറെ പ്രവർത്തകർ, SDBയുടെ അടക്കമുള്ള ആൾക്കാർ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഒപ്പം തന്നെ തിരച്ചിലിന് വേണ്ടി ചൂരൽമലയുടെ ആ തകർന്നു കിടക്കുന്ന പുഴയുടെ ഭാഗത്തേക്ക് പോകുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. കണനാര് കഴിഞ്ഞ ദിവസത്തിന് വിപരീതമായി ഇന്ന് എല്ലാവർക്കും ഭക്ഷണവും വെള്ളവും നൽകിയാണ് കടത്തിവിടുന്നതെന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചല്ലോ. ഇപ്പോഴും അത് അങ്ങനെ തന്നെ തുടരുന്നുണ്ടോ? എല്ലാ സംഘാംഗങ്ങൾക്കുമുള്ള ഭക്ഷണവും വെള്ളവും ഒക്കെ അവിടെ കരുതിയിട്ടുണ്ടോ, നൽകുന്നുണ്ടോ? നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ വെള്ളമൊക്കെ കിട്ടിയോ? ഭക്ഷണം കിട്ടിയോ? അവിടെ നിന്ന് തന്നെ ക്യാമ്പിൽ തന്നെ. ഇന്നലെയൊക്കെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇന്നലെ അല്ല, ഞാൻ ഇന്നാണ് വന്നത്. അവിടുന്ന് കാസർഗോഡ്. അതാണ് ഈ വെള്ളവും അതുപോലെ തന്നെ ഭക്ഷണവും സാമഗ്രികളൊക്കെ തന്നെ അവരുടെ ബേസ് ക്യാമ്പിൽ നിന്ന് തന്നെ നൽകിക്കൊണ്ടാണ് മുകളിലേക്ക് കയറ്റി വിടുന്നത്. കാര്യം രാവിലെ IG-യോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, രാവിലെ പല സമയങ്ങളിലാണ് 6 മണിക്ക് വരുന്ന ആൾക്കാരുണ്ട്, 7 മണിക്ക് വരുന്ന ആൾക്കാരുണ്ട്, ഇപ്പോൾ 9 മണിയായിരിക്കുന്നു, 9 മണിക്കും വരുന്ന ആൾക്കാരുണ്ട്. ആ ചില സമയങ്ങളിൽ അങ്ങനെയൊക്കെ എത്തുന്ന ആൾക്കാർക്ക് ഭക്ഷണം കിട്ടാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. പക്ഷേ ആ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു. ഇപ്പോൾ ക്യാമ്പ് അവിടെ രജിസ്റ്റർ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് എത്തുന്ന ആൾക്കാർക്ക് അവിടെ നിന്ന് തന്നെ ഒരു ഭക്ഷണ പൊതികളും വെള്ളവും ഒക്കെ തന്നെ നൽകുന്നുണ്ട്. അതിനുശേഷം ചൂരൽമലയുടെ താഴ്വാരത്തേക്ക് ഇറങ്ങുന്ന ആൾക്കാരുടെ പേരുവിവരങ്ങൾ ഇവിടെ നിന്ന് സൈന്യവും അതുപോലെ തന്നെ പോലീസും ശേഖരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് അവരെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി നിയോഗിക്കുന്നത്. കാര്യം ഒരു തരത്തിലും എല്ലാ വരുന്ന ആൾക്കാരുടെ എണ്ണം, അവർ ഏതൊക്കെ സംഘടനയിൽപ്പെട്ട ആളാണ്, എവിടെ നിന്നാണ് വരുന്നത് അടക്കമുള്ള കാര്യം കൃത്യമായി ഒരു രേഖപ്പെടുത്തി അതിൻ്റെ ആൾക്കാരുടെ എണ്ണം കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം കൂടുതലായിട്ടുള്ള ആൾക്കാർ ഇവിടുത്തെ ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരിലെത്തി ഇവിടുത്തെ സ്ഥലങ്ങൾ കാണാൻ വരുന്ന ആൾക്കാരുണ്ടാവരുത്. ആ സ്ഥലങ്ങൾ കാണാൻ വരുന്ന ആൾക്കാരെ ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ഇപ്പോൾ പോലീസിൻ്റെയും അതുപോലെ തന്നെ റവന്യൂ വകുപ്പിൻ്റെയും സൈന്യത്തിൻ്റെയും ഒക്കെ തന്നെ നേതൃത്വത്തിൽ നടക്കുന്നത്. സുഗമമായി തന്നെ ഇപ്പോൾ തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു. തിരച്ചിൽ ആരംഭിച്ചിട്ട് ഏതാണ്ട് 2.5 മണിക്കൂർ പിന്നിടുകയാണ്.